നാളെയും കൂടെ കഴിഞ്ഞാൽ ഞങ്ങളുടെ സ്കൂള് പൂട്ടുക 2 മാസത്തേക്ക്. അപ്പോൾ ഇവിടെ ഓരോ ഡിസ്ട്രിക്റ്റിലെയും സ്കൂള് അടയ്ക്കുന്ന സമയങ്ങൾ വേറെ. ഞങ്ങളുടെ ഡിസ്ട്രിക്റ്റ് ഇച്ചിരി ലേറ്റ് ആയിട്ടാണ്. അപ്പോൾ നാളെ ഞങ്ങളുടെ അവസാനത്തെ ദിവസം. അപ്പോൾ റൂമൊക്കെ ക്ലീൻ ചെയ്തപ്പം കുറച്ച് സാധനങ്ങൾ ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഞാൻ കിൻഡർ ഗാർഡൻ പോലെ കാണുന്നൊരു കൊച്ചുണ്ടായിരുന്നു. അവൻ ഇപ്പം 2nd ഗ്രേഡില്ല, പക്ഷെ അവൻ എല്ലാ പ്രാവശ്യവും എനിക്ക് എന്തെങ്കിലും വരച്ചു കൊണ്ടും തരും, അല്ലെങ്കിൽ എന്തെങ്കിലും ഐറ്റം കൊണ്ടും തരും. ഇത് കിൻഡർ ഗാർഡൻ അവൻ ആദ്യമേ 3 കൊല്ലം മുമ്പ് എനിക്ക് തന്നതാണ്. എന്നിട്ട് പറഞ്ഞ് മിസ്റ്റർ മാത്യു വന്ന് ഹാർട്ടൊക്കെ വരച്ചിട്ട്. ഇത് 1st ഗ്രേഡിൽ തന്നു. ഞാൻ മടക്കി വെച്ചേക്കുന്ന അവൻ്റെ പേരവിടെയുണ്ട്, അത് കാണിക്കാതിരിക്കാൻ വേണ്ടിയാണ്. ഇത് 2nd ഗ്രേഡിൽ ഈ കൊല്ലം കൊണ്ട് തന്ന ഇതെന്തോ സ്കുഷിയാണ്. ഇതും പിന്നെ ഇത് ഈ സംഭവം ഇതെന്നാന്ന് എനിക്കിപ്പോഴും മനസ്സിലായില്ല. അതിൻ്റെ തേണ്ട ഒരു മെറ്റൽ പോലത്തെ എന്തോ ഒരു വട്ട് പോലത്തെ സാധനമുണ്ട്, ഇങ്ങനത്തെ വട്ടത്തിലുള്ള ഒരു മെറ്റലാണ്. അപ്പോൾ ഇത് കണ്ടിട്ട് വേറെ ക്ലാസ്സിലെ പിള്ളേർ വരച്ച് തന്നാണ് ഇതൊക്കെ അവരുടെ പേര് എഴുതിയിട്ടുണ്ട്, അതായത് മടക്കി വെച്ചേക്കുന്നത്. ഞാനിപ്പോൾ ഈ പറഞ്ഞ ആ പയ്യൻ ഇപ്പോൾ 2nd ഗ്രേഡിലാണ്. അവനെ ഞാൻ ഡിസ്മിസ് ചെയ്യുകയും ചെയ്തു, കാരണം അവനൊരു ഇച്ചിരി സ്പീച്ച് ഡിലേ ഉണ്ടായിരുന്നു. ഇപ്പം എല്ലാം ഓക്കെ ആയി. അങ്ങനെ ഈ കൊല്ലം അവനൊന്ന് മീറ്റിംഗ് നടത്തി അവനെ ഡിസ്മിസ് ചെയ്തു. അപ്പം നമ്മുടെ കൂടുതൽ ഒരു 2-3 കൊല്ലമൊക്കെ കഴിഞ്ഞിട്ട് ഒരു കൊച്ചിനെ ഡിസ്മിസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കും അത്ര ഈസി അല്ല, അവർക്കും ഈസി അല്ല. കാരണം അവരുമായിട്ട് നമ്മൾ അത്ര അടുക്കും, അവർ നമ്മളെ പാർട്ട് ഓഫ് ലൈഫ് ആകും. കാരണം ഇന്നും രാവിലെ വരുമ്പം അവരൊന്ന് മിസ്റ്റർ മാത്യു എന്ന് പറഞ്ഞു, അവരൊന്ന് ഹഗ് ചെയ്യുന്നു. അപ്പം പിന്നെ എന്നും കാണുന്നവരെ എന്നും നമ്മൾ സെഷനിൽ കാണുന്നു. പക്ഷേ വൺ വേ ഒബ്വിയസ്ലി വി ആർ ഹാപ്പി. അവൻ്റെ ഇമ്പ്രൂവ്മെൻറ്റും ഒക്കെ കാണുമ്പോൾ നമുക്ക് ഒബ്വിയസ്ലി പേരൻസിനെ ഹാപ്പി, നമുക്ക് ഹാപ്പി. നമ്മൾ ചെയ്തതിൽ എന്തെങ്കിലും ഒരു ഗുണമുണ്ടല്ലോ, അതിൻ്റെ ഒരു റിസൾട്ട് കണ്ടല്ലോ എന്നൊരു. ഓൺ ദി അതർ ഹാൻഡ് അയ്യോ ഇവനെ ഡിസ്മിസ് ചെയ്യണല്ലോ എന്നൊരു സങ്കടം. ഇനി ഇവനെ കാണാൻ പറ്റത്തില്ലല്ലോ എന്ന്. സ്കൂളിൽ കാണും, പക്ഷേ സെഷന് വരാൻ പറ്റത്തില്ലല്ലോ. എനിവേ ഞാനിങ്ങനെ ക്ലീൻ ചെയ്തപ്പം കണ്ട ഒരു കാര്യം കാണിച്ചാൽ ചെറിയ ചെറിയ കാര്യങ്ങളാണ്. പക്ഷേ ആ കിൻഡർ ഗാർഡൻ പോലെ അവനിങ്ങനെ ചിന്തിച്ച് ചെയ്യണമെങ്കിൽ അത് ഇത്രയും ഞാൻ തരും 120 പിള്ളേരുണ്ട്. അതിൽ ഇവനാണ് ഈ പരിപാടി തുടങ്ങിയത്. അപ്പം അത്രയും പിള്ളേരിൽ ഒരാൾക്ക് ഇങ്ങനെ തോന്നിക്കൊണ്ടുവരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് രസമല്ലേ. അപ്പം ഞാൻ അന്ന് പോലെ ഈ പേപ്പറെല്ലാം ഞാൻ വെക്കും. അപ്പം ഞാൻ ഇവിടെ എല്ലാവരും കാണിക്കാൻ വേണ്ടി ഇങ്ങനെ വെക്കും. പിള്ളേർ ഇപ്പം കാണട്ടെ, കാരണം ഇവനൊരു സന്തോഷം ഉണ്ടല്ലോ, അവൻ തരുന്ന സാധനം ഞാനത് വാല്യൂ കൊടുക്കുന്നുണ്ടെന്ന് അറിയുമ്പോൾ. അപ്പോൾ എല്ലാവരും പിള്ളേർ വരും ചോദിക്കും ഇതാരാ വരച്ചേ. അപ്പം ഞാൻ പറയും ഇന്ന ആളെ വരച്ചേ. അപ്പം പറയും I'll bring you one tomorrow എന്ന് പറഞ്ഞാൽ അവരും കൊണ്ടുവരും. എനിവേ എല്ലാം ക്ലീൻ ചെയ്യട്ടെ.